കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ എത്തുമ്പോൾ പ്രത്യേകതകളും നിരവധിയുണ്ട്. കാസർഗോഡ് നിന്ന് യാത്ര തിരിച്ച സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. രജിസ്ട്രേഷൻ നടപടികൾ അടക്കമുള്ളവ ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക. അതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലും അവസാനഘട്ട മിനുക്കുമണികളിലും എല്ലാമാണ് കലോത്സവ നഗരി. വേദികളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെയും എല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സർവ്വസജ്ജമാണെന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ കലോത്സവത്തിന്റെ സംഘാടക സമിതിയും എല്ലാം അറിയിക്കുന്നത്. ഇനി വിദ്യാർത്ഥികളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്നുമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ എത്തി രജിസ്ട്രേഷൻ അടക്കമുള്ള ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെയാണ് മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കുക. അനന്തപുരിയിലേക്ക് ഈ ഒരു കലോത്സവം എത്തുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രത്യേകതകളുണ്ട്. കഴക്കൂട്ട് പഴവങ്ങാടി മുതൽ ഗതാഗത നിയന്ത്രണം ഒരുക്കിയിട്ടുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പഴയിടത്തിന്റെ പാചക കലവറ അവിടെയാണ് ഉള്ളത്. അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലായി 25 വേദികളിൽ 249 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകളാണ് അനന്തപുരിയുടെ മണ്ണിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ കലവറയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന ധാരണ ഏതാണ്ട് നമുക്ക് ഈ ഭക്ഷ്യവിഭവങ്ങളെല്ലാം ആയിട്ടുള്ളൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൻ്റെ 5-1 പോലും ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ദിവസം ഉച്ച സമയത്ത് ഏതാണ്ട് 20,000 ആളുകൾ ഭക്ഷണം കൊടുക്കണമെന്നാണ് രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്ഷണം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. അധ്യാപക സംഘടനകളിൽ തന്നെ പ്രമുഖമായിട്ടുള്ള സംഘടനയാണ് KSTS. അവരാണ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. അധ്യാപകരുടെയും അധ്യാപികമാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സേവനം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സംഘടന എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി ഏറെ കഴിയുന്നതുവരെയും അവരെല്ലാവരും കൃത്യ ഭക്ഷ്യവസ്തുക്കൾ തരംതിരിക്കാനും അതിൻ്റെ തൂക്കം നിശ്ചയിക്കാനും അത് പ്രിയപ്പെട്ട പഴയടത്തിന് കൈമാറാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഏതായാലും വളരെ വളരെ സന്തോഷമാണ്. ഒരു വലിയ കൂട്ടായ്മയുടെ സമർത്ഥമായിട്ടുള്ള വിജയമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുറ്റമറ്റ തരത്തിൽ കലോത്സവ നഗരിയിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണ പന്തലിലും പാചകപ്പുരയിലും ഇപ്പോൾ പാലുകാച്ചൽ അതിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണയും കലോത്സവത്തിൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഔദ്യോഗികമായി കലോത്സവ കലവറയിൽ ഭക്ഷണം ഒരുക്കുന്നതിന് മുൻപായുള്ള ഒരു ഔപചാരികമായ അല്ലെങ്കിൽ ഒരു ഔപചാരികതയുടെ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രൻ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗികമായി പാല് കാച്ചിയതിന് ശേഷമായിരിക്കും ഇന്ന് അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ ആരംഭിക്കുക. ഇന്ന് രാത്രി മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകി തുടങ്ങാനാകും എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചത്. ഔദ്യോഗികമായി നാളെയാണ് മേള ആരംഭിക്കുന്നത് എങ്കിലും ഇന്ന് രാത്രി മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകി തുടങ്ങാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികളുമെല്ലാം ശേഖരിക്കുകയും ഇനം തിരിക്കുകയും ചെയ്യുന്ന എല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കലോത്സവത്തിൻ്റെ കലവറയിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും എല്ലാം ചേർന്ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ നീളമുള്ള സാധനമുണ്ടല്ലേ എല്ലാം വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ് പാൽ ഒഴിച്ചത്.
അതെ ശൈലജോ അതാണ് ഞാൻ കൈമാറി ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണ കമ്മിറ്റി ചെയർമാന്റെ വക ഒരു മധുരമുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്. അത് സ്പെഷ്യൽ പായസമാണ്, അത് പഴയുടെ സ്പെഷ്യലാണ്. എല്ലാവർക്കും ഊട്ടുപുര ഉണർന്നു കഴിഞ്ഞു. കലോത്സവ മാമാങ്കത്തിന് ഇനി ബാക്കിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ 23 മണിക്കൂറുകൾ മാത്രം. അതിനെല്ലാം മുന്നോടിയായി പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ കലോത്സവത്തിൻ്റെ ഊട്ടുപുര ഉണർന്നിരിക്കുകയാണ്. ഔപചാരികമായ പാലുകാച്ചൽ ചടങ്ങാണ് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഒരുക്കിയ ഊട്ടുപുരയിലെ പാചക കലവറയിൽ, കലോത്സവ കലവറയിൽ നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പാലുകാച്ചലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രി GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ കലോത്സവത്തിൻ്റെ ആ ഊട്ടുപുരയിൽ പാലുകാച്ചലിൻ്റെ ഭാഗമായി പാലുകാച്ചലിന് ശേഷം പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സ്പെഷ്യൽ പായസവും മധുരവും കൂടി വിതരണം ചെയ്ത ശേഷമാണ് ചടങ്ങുകൾ അവസാനിക്കുക. നഗരിയിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ഊട്ടുപുരയിലെ ചടങ്ങുകൾ നടക്കുന്നതിനോട് ഒപ്പം തന്നെ സമാന്തരമായി രജിസ്ട്രേഷൻ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കലോത്സവത്തിന് ഇനി ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ, നടപടികൾ, ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. എത്തിച്ചേരുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവരുടെ താമസവും മത്സര സമയവും ഷെഡ്യൂളും അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അവയെല്ലാം മറ്റൊരിടത്ത് നടപടിക്രമങ്ങളെല്ലാം തന്നെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് പാചക കലവറയിലേക്ക് തന്നെ തിരിച്ചു വരാം. കലോത്സവ കലവറയിൽ വിനയ രാജ് ഉണ്ട് വിശേഷങ്ങളുമായി. വിനയ, പാലുകാച്ചൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേയറും വിദ്യാഭ്യാസ മന്ത്രിയും ഭക്ഷ്യമന്ത്രിയും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് കലവറയിലെ വിശേഷങ്ങൾ? അതിലെന്തായാലും പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായി.
പൂർത്തിയായിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ പഴയിടമാണ് ഈ അടുപ്പിന് തീ കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ മന്ത്രി ജി ആർ അനിൽ, കടകംപള്ളി സുരേന്ദ്രൻ, മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പാലുകാച്ചലിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും പറയുന്നതും ഈ പഴയിടത്തിന് അല്ലെങ്കിൽ പഴയിടമില്ലാതെ ഒരു കലോത്സവമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓരോ വർഷവും പഴയിടത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങളാണ് ഓരോ കലോത്സവത്തിനും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകതയുള്ള വിഭവങ്ങൾ തന്നെയാണെന്നാണ് പ്രധാനമായും ഉള്ളത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പായസങ്ങളുണ്ട് എന്ന് തന്നെയാണ് പഴയിടം അടക്കം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കലോത്സവത്തിൽ ചേനപ്പായസം അടക്കമായിരുന്നു പ്രത്യേകതയുണ്ടായിരുന്നത്. ഇത്തവണയും അത്തരത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളടക്കം തന്നെ വിതരണം ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കായി നൽകുമെന്ന് തന്നെയാണ് പഴയിടം അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പാചകപ്പുരയുടെ അല്ലെങ്കിൽ ഭക്ഷണപ്പുരയുടെ പാലുകാച്ചൽ ചടങ്ങ് നടന്നിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇവിടെ എത്തി. മന്ത്രി വി ശിവൻകുട്ടി അടക്കമാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ പാലുകാച്ചൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങളോട് കൂടി തന്നെയായിരുന്നു ഈ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വൈകുന്നേരം ഭക്ഷണം വിതരണം ചെയ്യും. ഭക്ഷണം വിതരണം ചെയ്യുന്നതോടെ ഈ വൈകുന്നേരമാണ് ആദ്യമായി ഭക്ഷണം വിതരണം എന്തായാലും ചെയ്യുന്നത്. ഇപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് എന്തായാലും പൂർത്തിയായിരിക്കുകയാണ്. മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന ഊട്ടുപുരയിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. പഴയിടം നമ്പൂതിരി അടുപ്പിലേക്ക് തീ പകർന്നു. മന്ത്രി വി ശിവൻകുട്ടിയാണ് പാലുകാച്ചലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജില്ലാ കളക്ടറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ പാചകപ്പുര അങ്ങനെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെയാണ് ഔപചാരികമായി മേള ആരംഭിക്കുന്നത്. നാളെ മുതൽ അവിടെ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കും അവർക്കൊപ്പമുള്ള ടീച്ചർമാർക്കും അത്തരത്തിൽ എല്ലാവർക്കും ഭക്ഷണം നൽകും. ഒരേ സമയം 4000-ലധികം പേർക്ക് 20 വരികളിലായി 4000-ലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിൽ വിപുലമായ ഒരു ഭക്ഷണ പന്തൽ തന്നെയാണ് പുത്തിരിക്കണ്ടം മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. അത്രയധികം ആളുകളെ ഊട്ടാൻ ആവശ്യമായ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും കലവറയിൽ പൂർത്തിയായതായി നമ്മൾ ഇന്നലെ മുതൽ നിരവധിയായ സംഘാടക സമിതി അംഗങ്ങളെ കണ്ടിരുന്നു. അവരെല്ലാവരും തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഇപ്പോൾ MLA കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ളവർ പാചകപ്പുര സർവ്വസജ്ജമാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് അവസാനിച്ചതോടെ അധികം വൈകാതെ തന്നെ അവിടെ മറ്റ് ഒരുക്കങ്ങളിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം ആദ്യത്തെ ഭക്ഷണം ഇന്ന് വൈകുന്നേരമായിരിക്കും വിതരണം ചെയ്യുക. നാളെ മുതൽ നിരവധി ആളുകളായിരിക്കും ഈ ഒരു പുത്തിരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുക. ഒരേ സമയം 4000 പേർക്ക് ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിൽ 10000 പേരെയാണ് പുത്തിരിക്കണ്ടം മൈതാനത്ത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 10000-ലധികം പേർ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും സജ്ജീകരണങ്ങളും കിഴക്കേക്കോട്ടയിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനിടയിലും ഒരുക്കിയിട്ടുണ്ട്. ബസ് സർവീസുകൾ വഴിതിരിച്ച് വിടുന്നതടക്കം KSRTCയും സ്വകാര്യ ബസ്സുകളും റോഡിന്റെ വശങ്ങളിൽ സർവീസ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ പാർക്കിങ്ങിന് നിയന്ത്രണം അടക്കം വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഈ ഭക്ഷണപ്പന്തൽ അവിടെ ഉള്ളതിനോടനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അത്രയധികം ഒരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണിക്കൂറിൽ 10000-ലധികം ആളുകളായിരിക്കും അവിടെ വന്നു പോവുക. എന്തായാലും ഇപ്പോൾ കലോത്സവത്തിന് അല്ലെങ്കിൽ കലോത്സവ നഗരിക്ക് ഉണർവ് പകർന്നുകൊണ്ട് ഊട്ടുപുര ഉണർന്നിരിക്കുന്നു. ഇനി കലയുടെ മേളത്തിനായുള്ള കാത്തിരിപ്പാണ്. കലയുടെ മേളത്തിന് കൊടി കയറാനുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ഇപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു.